ഫ്രണ്ട്സ് വെൽക്കം ടു ചാനൽ. അപ്പോൾ ഐഫോൺ 15 കാര്യം നമ്മൾ പറയാൻ പോകുന്നത് നിങ്ങൾ ഓൾറെഡി നമ്മുടെ തമ്മിലുകളിലൊക്കെ കണ്ട പോലെ തന്നെ നമുക്കിപ്പോൾ ഈ വരാൻ പോകുന്ന ആമസോൺ ഫ്ലിപ്കാർട്ട് സെയിൽസിൽ ആക്ച്വലി ഐഫോൺ 16 55 56 റേഞ്ചിൽ തന്നെ കിട്ടുന്നതാണ് ഇപ്പോൾ ഓൾമോസ്റ്റ് ഉറപ്പായിരിക്കുന്നത്. അതായത് വിത്ത് കാർഡ് ഓഫർ ആൻഡ് ക്യാഷ് ബാക്ക് എല്ലാം കൂടിയിട്ടാണ് നമ്മൾ ഈ പ്രൈസ് പറയുന്നത്. അപ്പോൾ 53 ടു നമുക്കൊരു 53 to 56 റേഞ്ച് പിടിക്കാം. ആ റേഞ്ചിൽ കിട്ടിയാൽ നല്ലൊരു വാല്യൂ ഫോർ മണി ഐഫോൺ എന്ന് തന്നെ പറയാം. നിങ്ങൾക്കറിയാം നോർമലി ഐഫോൺ എന്ന് പറയുമ്പോൾ ആരും വാല്യൂ ഫോർ മണി എന്ന് പറഞ്ഞ സാധനം വലിയ ടാഗ് ഇല്ല. അതെന്ന് വെച്ചാൽ തീരെ വാല്യൂ ഫോർ മണി അല്ലാത്തത് കൊണ്ട് തന്നെയാണ്. അത് എന്താ പറയുക, ഏത് ഫാൻസ് എന്ന് പറഞ്ഞാലും തീരെ വാല്യൂ ഫോർ മണി അല്ലാത്ത പ്രൊഡക്ട്സുകളാണ് എല്ലാ ആപ്പിളും. എന്ന് വെച്ചാൽ ആപ്പിൾ അങ്ങനെ തന്നെയാണ് അവർ ഇറക്കി തന്നെ. അവരുടെ പ്രൊഡക്ട്സുകളെല്ലാം നിങ്ങൾക്ക് ഓൾറെഡി നോക്കിക്കഴിഞ്ഞാൽ അറിയാം. അവരെല്ലാ പ്രൊഡക്ട്സിലും ആകെ ഒരു കാറ്റഗറി മാത്രമേ ഉള്ളൂ, പ്രീമിയം കാറ്റഗറി. അപ്പോൾ അവർ ആക്ച്വലി പ്രീമിയം ആൾക്കാരെ മാത്രം നോക്കിയിട്ട് ടാർഗറ്റ് ചെയ്ത് ഇറക്കുന്ന ഒരു പ്രൊഡക്ട്സ് ഒരു ബ്രാൻഡായിരുന്നു അവർ. ഇപ്പോൾ പിന്നെ ഈ നോ കോസ്റ്റ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് കാർഡ്സ് ഒക്കെ വന്നപ്പോൾ ആൾക്കാർ കുറേ എടുത്തു തുടങ്ങിയിട്ടപ്പോൾ അത് അങ്ങനെ അതിൻ്റെ പേരൊക്കെ കുറേ മാറിയിട്ടുണ്ട്. വെച്ചാൽ ഇപ്പോൾ നിങ്ങൾക്ക് പുറത്തിറങ്ങി നോക്കി കഴിഞ്ഞാൽ 10 പേരിൽ 6 പേരിലും ചിലപ്പോൾ ഐഫോൺ ആയിരിക്കും. എന്ന് വെച്ചാൽ അത്രയും ഇപ്പോൾ എന്താ പറയുക, നമുക്കറിയാം മിഡിൽ ക്ലാസിന്റെ താഴെയുള്ളവർക്ക് പോലും ഇപ്പോൾ ഐഫോണൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ പണ്ടത്തെ ബ്രാൻഡ് വാല്യൂ ഒന്നും ഇപ്പോൾ സാധനമില്ല. പണ്ട് പറഞ്ഞാൽ ഈ പണക്കാർ ഇങ്ങനെ ഷോ ഓഫ് കാണിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനമായിരുന്നു. ഇപ്പോൾ പിന്നെ പണക്കാരൊക്കെ എടുക്കുന്നത് നമ്മുടെ ഫ്ലിപ്പും ഫോൾഡാണ്. പക്ഷേ ഫോൾഡിന് ഓൾമോസ്റ്റ് എല്ലാ ബ്രാൻഡിനും ഓൾമോസ്റ്റ് ഒരു 1.5 ലക്ഷത്തിന് മുകളിൽ വരുന്നുണ്ട്. അപ്പോൾ മിക്ക ആൾക്കാർ ഇപ്പോൾ അതെടുക്കുന്നത് വെച്ചാൽ ഈ പണക്കാരെന്ന് പറയുമ്പോൾ അവർക്ക് നമ്മുടെ ഒരു ക്രൗഡ് ഒന്ന് സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കണമെങ്കിൽ അങ്ങനത്തെ പ്രൊഡക്ട്സ് അവർക്ക് പിന്നെ കുഴപ്പമില്ല. അവർക്ക് പിന്നെ അത്രയും ക്യാഷ് സംഭവമൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണല്ലോ സംഭവം എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു വാല്യൂ ഫോർ മണി എന്ന് വെച്ചാൽ ഇപ്പോൾ കുറേ പേര് ഇപ്പോൾ ഈ സെയിൽസ് വരുമ്പോൾ നമ്മൾക്ക് കമ്പനി തന്നു ഐഫോൺ 13 എടുക്കുന്നത് നല്ലതാണെന്ന് വെച്ചിട്ട് ഐഫോൺ 13 നിങ്ങൾ എടുക്കാൻ പോകുന്നുണ്ട്. അത് ഏറ്റവും കൂടുതൽ സ്ക്രീൻ ഇഷ്യൂ കംപ്ലൈൻറ്റ് വരുന്നത് ഐഫോൺ 13 സീരീസിനാണ്. ബാക്കിയുള്ള സീരീസിന് വരുന്നില്ല എന്നല്ല, ഐഫോൺ 15 സീരീസൊക്കെ ഇഷ്ടം പോലെ അടിച്ചു പോകുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാ ബ്രാൻഡുകളും ചെയ്യുന്നതാണ്. ഇപ്പോൾ ആപ്പിളും ചെയ്യുന്നുണ്ട്, സാംസങ്ങും ചെയ്യുന്നുണ്ട്, വൺ പ്ലസും ചെയ്യുന്നുണ്ട്. ഒരു വ്യത്യാസം എന്താ വെച്ചാൽ സാംസങ്ങും വൺ പ്ലസ് ഒക്കെ അറ്റ്ലീസ്റ്റ് ചില സമയത്തൊക്കെ ഒരു വൗച്ചേഴ്സും റീപ്ലേസ്മെന്റ് പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. ഐഫോൺ പിന്നെ ആ ഏരിയയ്ക്ക് തിരിഞ്ഞു നോക്കുന്നില്ല. പിന്നെ പോരാത്തന്നെ ഇഷ്യൂ എന്താ വെച്ചാൽ ഈ ആപ്പിളിന് നമ്മുടെ ഇവിടെയൊന്നും ഒഫീഷ്യൽ സ്റ്റോറോ സംഭവമൊന്നും ഇല്ല, സർവീസ് സെൻ്ററോ ഒന്നുമില്ല. എല്ലാം ഈ തേർഡ് പാർട്ടി, ഈ ഇമാജിൻ എന്നൊക്കെ പറയുന്നത് തേർഡ് പാർട്ടി സാധനങ്ങളാണ്. അപ്പോൾ അവരുടെ ഷോപ്പിൽ നിന്ന് പോയിട്ട് നിങ്ങൾ പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അവർ എന്തെങ്കിലും ചെയ്തു തരും. പക്ഷെ നമ്മൾ വേറെ ഓൺലൈൻ പ്രൊഡക്ട്സുകൾ സംഭവമൊക്കെ പോയിട്ട് അവരുടെ അടുത്തേക്ക് പോയി അവർ തിരിഞ്ഞു നോക്കില്ല. അപ്പോൾ അവർ 26,000 27,000 രൂപയൊക്കെ സ്ക്രീൻ അടിച്ചു തരും. അപ്പോൾ നമുക്ക് വേറെ ഓപ്ഷനും ഇല്ല. അപ്പോൾ അങ്ങനത്തെ ഇഷ്യൂസൊക്കെ ഐഫോൺ എടുക്കുമ്പോൾ ഉണ്ട്. അതൊക്കെ നോക്കിയിട്ട് മാത്രം. എന്ന് വെച്ചാൽ നമ്മൾ ഈ കുറേ ആൾക്കാർ ഇപ്പോൾ എടുക്കുന്നത് കട എടുത്തിട്ടും അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാണ്ട് കൂട്ടി വെച്ചാൽ കാശൊക്കെ എടുത്തിട്ടാണ് കുറേ പേര് ഐഫോൺ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയാൻ കാരണം. എന്താ വെച്ചാൽ ഇത് എടുത്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ചിലപ്പോൾ പിന്നെ ഇത് എന്താ പറയുക എടുത്ത് കളയേണ്ടി വരും, അല്ലെങ്കിൽ ഷോക്കേസിൽ എടുത്ത് വെക്കേണ്ടി വരും. എന്ന് വെച്ചാൽ ആ അമ്മാരി ഉടായ്പകളാണ് ഇപ്പോൾ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ ബ്രാൻഡും. അപ്പോൾ അത് എല്ലാവരും ലീഗലി മൂവ് ചെയ്യാൻ നോക്കുക. അത് നമുക്ക് വേറെ രക്ഷയൊന്നുമില്ല. എന്ന് വെച്ചാൽ ഇപ്പോൾ ഇത് യൂറോപ്പിലൊക്കെ ആണെങ്കിൽ അവർ അടപ്പ് വരും. അപ്പോൾ യൂറോപ്പിൽ ഇത് കാണിക്കുന്നില്ല, അവർക്ക് കാണിച്ചറിയാം അവരുടെ അടപ്പ് വരുന്നത്. അപ്പോൾ അത്രയും സ്ട്രോങ് ആണ് അവിടെയൊക്കെ നമ്മുടെ എന്താ പറയുക, ഇപ്പോൾ ആൾക്കാരുടെ മൈൻഡ് സെറ്റ് ആയിക്കോട്ടെ, അവരുടെ ഗവൺമെൻറ് ആയിക്കോട്ടെ, ഇതെല്ലാം നമ്മുടെ എന്താ പറയുക കൺസ്യൂമർ കോർട്ടും കൺസ്യൂമർ റൂൾസുകളൊക്കെ ഭയങ്കര സ്ട്രോങ് ആണ്. അതിൻ്റെ ഇല്ലാത്തതിൻ്റെ ഇഷ്യൂ തന്നെയാണ് ഇവിടെ ഇത് എല്ലാവരും ഫേസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ലീഗലി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായാൽ ലീഗലി കേസ് ഫയൽ ചെയ്യുക, അങ്ങനെ സംഭവങ്ങളൊക്കെ പോകാന്ന് വെച്ചാൽ അതൊന്നും ചെയ്യാത്ത കാരണമാണ് അവർ നമ്മളെ എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും ഇങ്ങനത്തെ പ്രൊഡക്ട്സുകളൊക്കെ എടുക്കുമ്പോൾ ഇതൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് മാത്രം, പ്ലാൻ ചെയ്തിട്ട് മാത്രം എടുക്കുക. എന്താ വെച്ചാൽ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ഇപ്പോൾ 26,000 രൂപ ബില്ലടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കാശ് ഉണ്ടാവില്ല. പിന്നെ അത് കട്ടപ്പുറത്ത് വെക്കേണ്ടി വരും. അപ്പോൾ വൻ ശോകം, എന്താ വെച്ചാൽ വൻ നഷ്ടം എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. അപ്പോൾ ഒരിക്കലും ഞാൻ ഐഫോൺ 13 പിന്നെ തീരെ റെക്കമെൻഡ് ചെയ്യില്ല. എന്ന് വെച്ചാൽ പഴയ ഫോണായി ഞാൻ ഐഫോൺ 13 ഇതുപോലെ സ്ക്രീൻ ഇഷ്യൂ വന്നിട്ടാണ് നമ്മൾ ഐഫോൺ 15 എടുത്തിട്ട് അത് ആക്ച്വലി എനിക്ക് അവരത് പ്രൊഡക്റ്റ് ഞാൻ സംഭവം സ്ക്രീൻ ഇഷ്യൂ വന്നെങ്കിലും എനിക്ക് അതിൻ്റെ വാല്യൂ ഒക്കെ അവർ തന്നുവിട്ടാണ്. ഞാൻ ഈ ഫോൺ എടുത്തത് ഇത് ഐഫോൺ 15 256 GB എനിക്ക് കൊടുക്കേണ്ട വന്നത് 38 രൂപയാണ്. ഞാൻ എക്സ്ചേഞ്ച് പ്രോഗ്രാമിൽ എടുത്തത്, ഓഫ്ലൈനിൽ നിന്ന് എടുത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് വിട്ടുകൊടുത്തിട്ടൊന്നുമല്ല. ചുമ്മാ നമ്മൾ അടിച്ചുണ്ടാക്കുന്ന കാശൊന്നുമല്ലല്ലോ, ചോര നീണ്ടാക്കുന്ന കാശാണല്ലോ. അപ്പോൾ അത് ചുമ്മാ അവർക്ക് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ അത് നമ്മൾ വാങ്ങിച്ചെടുത്തിട്ട് തന്നെയാണ് നമ്മൾ വാങ്ങിച്ചത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പിന്നെ അത് നമ്മൾ വീഡിയോ ചെയ്യാന്ന് വെച്ചാൽ അവരത് നമുക്ക് സോൾവ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ അതുപോലെ തന്നെ ഇതുപോലെ തന്നെ എൻ്റെ മെയിൻലി എൻ്റെ ഐഫോൺ 13 എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരു കൊല്ലം കഴിഞ്ഞ് 3 മാസം അതിനാന്നുള്ളൂ. അപ്പോഴേക്കും അപ്ഡേറ്റ് വന്നപ്പോൾ അടിച്ചു പോയി. അതേ സമയത്ത് ഞാൻ അടുത്തൊരു വാച്ച് തന്നെയായിരുന്നു എൻ്റെ ഐഫോൺ ആപ്പിൾ വാച്ച് SC എന്ന് പറഞ്ഞ മോഡൽ. ഇതിന് ഇപ്പോഴും ഒരു കുഴപ്പമില്ല കേട്ടോ, അതിന് ഇഷ്യൂന്നും ഇല്ല. ഞാനൊരു പക്ഷേ അൾട്രാ മോഡൽ എടുത്തു. എന്ന് വെച്ചാൽ ഇത് ഭയങ്കര ബാക്കപ്പ്, ഭയങ്കര ഷോക്കാണ്. ഇത് പക്ഷേ ഇപ്പോഴും 97% ഒക്കെ ബാറ്ററി ബാക്കപ്പ് സംഭവമൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഒരു ദിവസമൊക്കെ നിൽക്കുള്ളൂ കഷ്ടിച്ച്. പിന്നെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടൊന്നും ഇല്ല, അങ്ങനെ ഒരു ഇഷ്യൂസ് ഉണ്ട്. പക്ഷേ അൾട്രാ 2 കിട്ടില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു വാച്ച്. പക്ഷേ ഓവർ പ്രൈസാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവർക്ക് പ്രീമിയം ആൾക്കാരെ മതി, അങ്ങനെ കാശുള്ളവർ വാങ്ങിച്ചാൽ മതി. കട എടുത്തായാലും അവർക്ക് കുഴപ്പമൊന്നുമില്ല, അവർക്ക് ലാഭം കിട്ടിയാൽ മതി. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് മാത്രം എടുക്കുക, അല്ലെങ്കിൽ അടപ്പ് വരും. അതാണ് നമുക്ക് പറയാനുള്ളത്. എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഇത് ഹേറ്റേഴ്സ് ആയിട്ടോ സംഭവമായിട്ടൊന്നും അല്ല നമ്മൾ പറയാം. നമ്മുടെ മെയിൻ ചാനൽ എന്ന് പറയുന്നത് ഫൈനാൻഷ്യൽ ചാനലാണ്.
അപ്പോൾ നമ്മൾ അത്യാവശ്യം ഫൈനാൻഷ്യൽ സാധനം നോക്കിയിട്ടാണ് ഇതൊക്കെ പറയേണ്ടത്. അല്ലാണ്ട് ഫ്രോഡ് എനിക്ക് വേണമെങ്കിൽ ഇതൊന്നും പറയാണ്ട് നമ്മുടെ ലിങ്ക് താഴെ കൊടുത്തിട്ട് വേണമെങ്കിൽ ഐഫോണിൻ്റെ ലിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൽ കൂടെ ആൾക്കാർ വാങ്ങിച്ചു കഴിഞ്ഞാൽ എനിക്ക് കമ്മീഷൻ കിട്ടും. നമ്മുടെ ആമസോണിനൊക്കെ ലിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ഞാനത് പറയുന്നത് എന്തുകൊണ്ടാണ് നമ്മളിത് ഇതൊക്കെ ഒറിജിനൽ ഫാക്ട്സുകളാണ്. ഇത് പ്രത്യേകിച്ച് ഇന്ത്യയിൽ എന്താ വെച്ചാൽ അത്ര അധികം ആപ്പിളുകൾ വിറ്റ് പോകുന്നുണ്ട്. അത് എവിടെന്ന ലോ ക്ലാസ് മിഡിൽ ക്ലാസ് ആൾക്കാരാണ് ഇത് മെയിനായിട്ട് വാങ്ങിക്കുന്നത്. അപ്പോൾ അവരെങ്ങനെയാണ് വാങ്ങിക്കുന്നത്? 70,000 രൂപ അവർക്ക് ഇൻസ്റ്റൻ്റ് ഒരു മാസം എടുക്കാന്നുണ്ടാവില്ല. ചിലപ്പോൾ ഒരു 6 മാസം 8 മാസം എടുത്താൽ ചിലപ്പോൾ ആ എമൗണ്ട് കിട്ടുക. അവരാണ് ഇത് വാങ്ങിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. അല്ലാണ്ട് ഇത് ഹേറ്റേഴ്സ് ആയിട്ടെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ആപ്പിൾ പ്രോഡക്ട്സ് ഉണ്ട്, ബാക്കിയുള്ള എല്ലാ പ്രോഡക്ട്സും ഉണ്ട്. മെയിനായിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ്, നമുക്കിത് ടെസ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഞാനിത് പ്രൈമറി ഡിവൈസ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. എന്താ വെച്ചാൽ എൻ്റെ ആപ്പിൾ വാച്ച് ഉണ്ട്, മാക്ബുക്ക് ഉണ്ട്. നമ്മളത് നമ്മുടെ യൂസിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നുണ്ട്. എല്ലാ മാക്കും ഞാൻ ഉപയോഗിക്കുന്നുണ്ട്, വിൻഡോസ് ഉപയോഗിക്കുന്നുണ്ട്, എൻ്റെ വിൻഡോസ് ലാപ്ടോപ്പ് ഉണ്ട്. നമ്മൾ ഓരോ പർപ്പസിന് ഓരോ സാധനം ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾക്ക് എന്താ വെച്ചാൽ ഞാൻ ഓഫീസ് യൂസുകൾക്ക് വിൻഡോസ് ഉപയോഗിക്കുന്നുണ്ട്, മാക്ക് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മുടെ യൂട്യൂബിൻ്റെ പരിപാടിയിലേക്കൊക്കെ ആണെങ്കിൽ ഞാൻ നോർമൽ വിൻഡോസ് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ സ്റ്റോക്ക് ട്രേഡിങ് സംഭവമൊക്കെ ചെയ്യുന്നുണ്ട്, അതിന് ഞാൻ വിൻഡോസ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ മൾട്ടിപ്പിൾ യൂസർ ഉള്ളത് കൊണ്ടാണ് അത് വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്. അല്ലാണ്ട് ചുമ്മാ ആൾക്കാരെ ഇത് കാണിച്ചുകൊണ്ട് നമുക്ക് വേറെ ഒന്നും കിട്ടാനും ഇല്ല. അത് പോരാത്തിന് ഇപ്പോൾ ഒരു വാല്യൂ ഇല്ല ഈ സാധനത്തിന്. കടിച്ച ആപ്പിളിൽ മിക്കതും ഫുൾ ആപ്പിൾ വാങ്ങിച്ചു കഴിക്കായിരിക്കും പിന്നെയും വേണം. അപ്പോൾ അത് വിചാരിച്ചിട്ട് നിങ്ങൾ കുറേ പേര് ഈ സാധനം കാണിക്കാൻ വേണ്ടിയാണ് ഇത് വാങ്ങിച്ച് ഒരു 90% അങ്ങനത്തെ ആൾക്കാരായിരിക്കും മിക്കതും. ഈ ടീനേജ് ഗേൾ ഫ്രണ്ട്സിനെ കാണിക്കാൻ അങ്ങനത്തെ കുറേ പരിപാടികൾ നടക്കുന്നുണ്ട്. 30 ഏജിൻ്റെ താഴെയുള്ളൊരു ഷോ ഓഫ് കാണിക്കാൻ കുറേ പേര് വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട്. ഉറപ്പാണ്, ഗ്യാരണ്ടിയാണ്. ഞാൻ കുറേ ലൈവ് പ്രൂഫായിട്ട് കുറേ എന്താ പറയുക ഒരു 20 വയസ്സ് 21 വയസ്സുള്ള എന്താ പറയുക കോളേജ് സ്റ്റുഡൻസ് വന്നിട്ട് ആപ്പിൾ സ്റ്റോറിൽ വന്ന് അവരുടെ 14 Pro വിറ്റിട്ട് 15 Pro എടുക്കാൻ വേണ്ടിയിട്ട് അവർ വാല്യൂ പറയുന്നത് നിങ്ങൾക്ക് അറിയിക്കില്ല. ഇപ്പോൾ ഈ സാധനത്തിന് ഒരു റിസൽ വാല്യൂ ഇല്ല. അപ്പോൾ iPhone 14 Proന് അവർ 50,000 രൂപയ്ക്കാണ് പറയുന്നത്. അതും പുതിയ ഫോണുകൾ 4 മാസം 5 മാസമായ ഫോണിന്. ബാക്കിയുള്ള 15 Pro വാങ്ങിക്കണമെങ്കിൽ എത്ര രൂപ? 1 ലക്ഷം രൂപ വേണം. ഞാൻ അവിടെ കിടന്ന് കെഞ്ചന കണ്ടിട്ടുണ്ട്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. അത് എന്താ സംഭവം എന്ന് ആപ്പിളിന് തന്നെ അറിയുള്ളൂ. എനിക്ക് തോന്നുന്നു അവർ വലിയ മാർക്കറ്റിംഗ് സംഭവം ചെയ്തിട്ടില്ല. ഇത് എന്താ സംഭവം എന്ന്, ഇതിന് ഇങ്ങനെ ബ്രെയിൻ വാഷ് ആവാൻ ഇവർ എന്ത് സാധനം ചെയ്തേക്കണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഈ ബ്രെയിൻ വാഷത്തെ പരിപാടി എന്ന് വെച്ചാൽ എല്ലാത്തിലും ഉണ്ട്. നമ്മുടെ പൊളിറ്റിക്സിലില്ലേ ബോധമില്ലാത്ത ആൾക്കാർ കുറേ എത്ര ആൾക്കാരുണ്ട് ബോധമില്ലാത്ത ഓരോ പാർട്ടിക്ക് വേണ്ടിയിട്ട് എന്താ വെച്ചാൽ എന്നിട്ട് ലാസ്റ്റ് അവന്മാർ ആരെങ്കിലും തല്ലുകൊണ്ട് ചാവും. അങ്ങനത്തെ കുറേ എത്ര എന്താ പറയുക ബ്രെയിൻലെസ് ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ എല്ലാ ബ്രാൻഡുകളും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നമ്മൾ നമ്മളിതൊന്നും അല്ല പറഞ്ഞു വന്നത്. അപ്പോൾ iPhone 15 കാര്യം നിങ്ങൾക്കൊരു നല്ലൊരു ഐഫോൺ വേണമെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ടൈമാണ് വരാൻ പോകുന്നത്. 50-55 റേഞ്ചിൽ എന്തായാലും ഈ സാധനം കിട്ടാനുള്ള ചാൻസ് ഒരു 95% കൺഫേം ആയിട്ടുണ്ട്. വിത്ത് ഓഫറാണ് ഞാൻ പറയുന്നത്, അല്ലാണ്ട് ഡയറക്റ്റ് അല്ല പറയുന്നത്. വിത്ത് കാർഡ് ഓഫർ, ക്യാഷ് ബാക്ക് ഓഫറാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ എപ്പോഴും നിങ്ങൾക്ക് കാർഡ് ഓഫർ എന്ന് പറയുമ്പോൾ ഈ കാർഡുകളൊക്കെ നിങ്ങളുടെ കയ്യിൽ വേണം, നല്ല സാധനം കിട്ടുള്ളൂ. HDFC കാർഡ്, ICICI കാർഡ്, SBIയുടെ കാർഡ്, ഈ 3 കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ആപ്പിളിൻ്റെ പ്രോഡക്ട്സ് എപ്പോഴും നിങ്ങൾക്ക് ഓഫറിൽ കിട്ടും. ആമസോണിലായിക്കോട്ടെ, ഫ്ലിപ്കാർട്ട് ആയിക്കോട്ടെ, ഡയറക്റ്റ് ആയിക്കോട്ടെ. അപ്പോൾ ഞാൻ ഇത് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് നമ്മുടെ റെഫർ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ട ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇതാണ്. അപ്പോൾ നിങ്ങൾക്കൊരു നല്ല ഐഫോൺ വേണമെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഈ 2-3 മാസത്തിൽ വേണമെന്നുണ്ടെങ്കിൽ iPhone 15 തന്നെയാണ് ബെസ്റ്റ് ഡീൽ. അതും ഈ റേഞ്ചിൽ കിട്ടുമ്പോൾ നല്ല വാല്യൂ ഫോൺ മണി തന്നെയാണ്. 13ലേക്ക് ഞാൻ പോകാൻ തീരെ റെക്കമെൻഡ് ചെയ്യില്ല. വേണമെങ്കിൽ 14+ലേക്കൊക്കെ പോകാം. 14+ ഓൾമോസ്റ്റ് ഒരു 53-52 ആ റേഞ്ചിലേക്ക് വരാൻ സാധ്യതയുണ്ട്. പ്ലസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം വലിയ ഡിസ്പ്ലേ, വലിയ ബാറ്ററി വരുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ വേണമെന്നുള്ളവർക്ക് എന്ന് വെച്ചാൽ ഈ മോഡൽ എന്ന് പറയുന്നത് 6.1 ഇഞ്ച് ഡിസ്പ്ലേ ഉള്ളൂ. അപ്പോൾ കുറേ പേർക്ക് ഇത് ചെറുതായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് പിന്നെ പ്ലസ് മരിൻ്റെ തന്നെ വരുന്നത്. അപ്പോൾ നമ്മുടെ 15+ഓ 16+ വാങ്ങിക്കാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും 60ൻ്റെ മുകളിൽ എന്തായാലും നിങ്ങൾ കാശ് വെക്കേണ്ടി വരും. അപ്പോൾ അത് വാല്യൂ ഫോർ മണി എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് 14+ ആയാലും കുഴപ്പമില്ല. എന്ന് വെച്ചാൽ 13-14 ഓൾമോസ്റ്റ് സിമിലറാണ്, ഒരു 99% സിമിലറാണ്. അപ്പോൾ വലിയൊരു ഡിഫറൻസും ഇല്ല ക്യാമറ സെൻസർ ആയാലും. അതിപ്പോൾ ഈ 15ലേക്ക് വന്നിങ്ങനെ മെയിൻ ചേഞ്ച് എന്ന് പറയുന്നത് 13-14 വന്നിരിക്കുന്നത് ക്യാമറ ഒരു മെയിൻ സെൻസർ മാറിയിട്ടുണ്ട്. 16ലും ഇതും സെയിം തന്നെയാണ് കേട്ടോ. അവർ ആ മാക്രോയിൽ ഓട്ടോ ഫോക്കസ് വെച്ചെന്ന് മാത്രമല്ല, വേറെ ഡിഫറൻസും ഇല്ല. സെൻസറൊക്കെ സെയിം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനൽസും മാത്രമേ കണ്ടു സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, മനസ്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളിലേക്ക് എൻ്റെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റും അപ്ലോക്കുന്നതാണ്. അടുത്ത വീഡിയോ കാണാം. ബൈ.